പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. നമ്മളെ കൊല്ലം ജില്ലയിലെ പുത്തൂർ ചന്തയാണ് നമ്മൾ കാണുന്നത്. പുത്തൂർ ചന്ത അതിലോട്ട് കയറിയില്ല. നമുക്ക് നല്ല ഒരു വൃത്തിയുള്ളൊരു ചന്ത. ഉണക്കമീൻ്റെ ഒരു ശാഖര തന്നെയാണ് ഉണക്കമീൻ. പല തരത്തിലുള്ള മീൻ നമുക്ക് കാണാം. ഫ്രഷ് മീൻ, ഉണക്കമീൻ വേണമെങ്കിൽ പുത്തൂർ തന്നെ വരണം. എന്നാലും നമ്മൾ നേരത്തെ എടുത്ത വേറൊരു അതിനകത്തേക്ക് കയറിയപ്പം വീണ്ടും ഉണക്കമീൻ മാത്രമല്ല, കൊഞ്ച്, അങ്ങനെ പല പല സൈസ് മീൻ, പല തരത്തിലുള്ള പല വീതി ചെറുതും വലുതുമായുള്ള നെത്തോലി ഉണക്കിയത്, കൊഞ്ച് ചെറുതും വലുതുമായത്, വലിയ ഇച്ചിരിക്കുന്ന തരത്തിലുള്ള കൊഞ്ച്, ഇതും പ്രത്യേകം. ഇതൊക്കെ നമ്മൾ ചിലപ്പം വിദേശത്തൊക്കെ പോകുന്നവർക്ക് ഇച്ചിരി ഉണക്കമീൻ കൊണ്ടുപോകണമെന്നൊക്കെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും. എവിടെ പോകും? നല്ല ഉണക്കമീൻ വൃത്തിയുള്ള ഉണക്കമീൻ മേടിക്കാൻ എവിടെ പോകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ബ്രഷ് എന്ന് പറഞ്ഞാൽ ബ്രഷ് ഒരു മണ്ണ് പോലും പറ്റാതെ വളരെ ഭദ്രമായിട്ട് ഒരുക്കിക്കുന്ന ഉണക്കമീനാണ്. അപ്പോൾ അമ്മച്ചി എന്നുണ്ട്, കച്ചവടമൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഇതുണ്ട്. ഇങ്ങനെയാണ് കിലോയ്ക്ക് വിലയൊക്കെ? കുറവുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഈ അടങ്കലാട്ട് എടുക്കാനാണെങ്കിൽ വില കുറച്ച് കൊടുക്കില്ലേ? അങ്ങനെ നമ്മൾ നേരിട്ട് പോയി എടുക്കുന്നതല്ല, ഇത് ഏജൻറ്റിൻ്റെ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മെ ഹായ് ഒരുപാട് ചന്തയിലെ വിശേഷങ്ങളുമായി ഇനിയും ഉണ്ട്. ഉണക്കമീൻ്റെ ഒരു ശാഖര നമ്മൾ എല്ലാ ചന്തയിലും പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ശാഖരമൊക്കെ കാണാം. ആരെങ്കിലും ഈ വേണമെങ്കിൽ കൊണ്ടുവന്ന് പറഞ്ഞ് മണ്ണ് പറ്റിയതൊക്കെ ആരും കാണും. ഇവിടെ കണ്ടില്ലേ, ഉണക്കമീൻ്റെ ഒരു ശാഖര തന്നെയാണ്. അടിപൊളി മീനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. ഉണക്കമീൻ, ആ ഉണക്കമീൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത്. നമുക്ക് കണ്ട് കറങ്ങുമ്പോൾ വീണ്ടും ഇപ്പോൾ നമ്മൾ മൂന്നാമതൊരു കടയാണ് കാണുന്നത്. മൂന്നാമത്തെ കടയാണ്. അടിപൊളിയായിട്ട് നല്ല ബ്രഷ് മീൻ അങ്ങനെ തിരിച്ച് പോലും പുത്തൂർ ചന്തയൊക്കെയാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലും മലക്കറിക്കടയൊക്കെ വളരെ ഏറെ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ പല ചന്തകളും ഉണ്ട്. ആ പുത്തൂർ ചന്ത നമ്മൾ അന്ന് കണ്ടപ്പോഴാണ് വളരെ അതിശയിച്ചു പോയി. ചന്തയിൽ വരുന്നവർക്ക് മഴ നനയാതെ പോലും ഭദ്രമായിട്ട് ഇതിനകത്ത് കയറിയപ്പോൾ ഒരു തിയേറ്ററിൽ കയറുന്ന പോലെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള അങ്ങനെ ചന്തയിൽ മീൻ വാങ്ങാൻ വന്ന് മീൻ വിൽക്കുന്ന വളരെ സുരക്ഷിതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. തട്ടുകൾ, ഐസ് വെള്ളം മാറിപ്പോകുന്നത്, തങ്ങി നിൽക്കുവാൻ, അങ്ങനെയൊക്കെ ഉണ്ട്. മീനൊക്കെ ഉണ്ട്. ചേരമീൻ എങ്ങനെയാണ് ചേട്ടാ കിലോ? ചേരമീൻ കിലോ 200 രൂപ. ചോമ്പൻ കോര എങ്ങനെയാണ് ഇന്നത്തെ വില? 400. കിലോ 400 രൂപ ചോമ്പൻ കോര. അടിപൊളി ഫ്രഷ് മീൻ. അപ്പോൾ നമ്മളെ കൊല്ലത്ത് നീണ്ടാരയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അവിടെ ചെന്നാൽ പോലും ഇത്ര ഫ്രഷായിട്ട് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഫ്രഷ് കയറുന്ന വണ്ടി കയറി വരുന്ന മീൻ ചങ്ങളെയൊക്കെ താണ്ട ചുമ കാണും. നമ്മളെ കൊല്ലം കടപ്പുറത്ത് നമ്മൾ അടുത്തേക്കാണെങ്കിലും അവിടെ പോലും ഈ കാളയ്ക്ക് ചുവന്ന നിറം കാണുന്നില്ല. അടിപൊളി ചുവന്ന നിറമാണ് കാണുന്നത്. ചാളയുടെ പുറത്തൊരു ചുവന്ന ഷെയ്ഡ് പച്ച മീനാണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് നല്ല നെത്തോലിക്ക് എല്ലാം ചുവപ്പടയുള്ള പച്ച മീൻ. പ്രിയപ്പെട്ടവർ വരുന്നെങ്കിൽ പുത്തൂർ ചന്തയിൽ വരണം. ഇവിടെയും ഉണ്ട്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റീൽ, അതിനകത്ത് കൊട്ടയ്ക്കകത്തൊന്നും അല്ല, വെറുതെ തറയിലൊന്നും അല്ല, ടൈലൊക്കെ ഇട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചന്ത തന്നെയാണ്. ചന്ത വൈകിപ്പോയി പ്രിയപ്പെട്ടവരെ എത്തിക്കാം. ഇവിടെയും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യസ്തമായ ചേട്ടാ ഇതെന്ത് മീനായിട്ട്? അങ്ങനെ കിലോയ്ക്ക് വില? കിലോ 200 രൂപയാണ്. അപ്പോൾ പുത്തൂർ ചന്ത വന്നാൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മുള്ളി 1 കിലോ. ഇതൊക്കെ നമുക്ക് തോരൻ വെച്ച് അടിപൊളിയായിരിക്കും തീർച്ചയായിട്ടും. അടിപൊളി തോരനൊക്കെ വെച്ച് കഴിക്കാനെങ്കിൽ അടിപൊളിയായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ പുത്തൂർ ചന്തയുടെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിച്ചത്. ഈ ഒരുപാട് മറ്റു വിശേഷങ്ങളുമായി നമുക്ക് പോയി വരാൻ. നല്ല താങ്ക് യു. ഇങ്ങനെ ചന്ത ഉണ്ടെന്നുള്ളത് പ്രിയപ്പെട്ടവരെ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ എന്ന് നമ്മൾ പൂർണ്ണമായി പുത്തൂരിലോട്ട് വന്നപ്പോൾ ചന്തയിലോട്ട് കയറിയപ്പോഴാണ് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് വരാം. താങ്ക് യു.